ബൈക്കില്ലാത്ത കാമുകനോട് ബൈക്ക് വാങ്ങാൻ ഇവിടെ ഒരു കാമുകി നിർബന്ധിക്കുന്നു. വീട്ടിൽ നിന്നും കഷ്ടപ്പെട്ട് 1 ലക്ഷം രൂപ ഒപ്പിച്ച് സ്കൂട്ടർ വാങ്ങാൻ നോക്കിയപ്പോൾ അവൾ പറയുന്നു സ്പോർട്സ് ബൈക്ക് തന്നെ വാങ്ങണമെന്ന്. അങ്ങനെ കാമുകൻ 1 ലക്ഷം രൂപ കൊടുത്ത് ബാക്കി ലോണിൽ സ്പോർട്സ് ബൈക്ക് വാങ്ങുന്നു. എന്നാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ബൈക്ക് വാങ്ങിയിട്ടും തൊട്ടുരുമി പോകാതെ ഇരിക്കാൻ അവൾ സീറ്റിൽ അകലം പാലിക്കുന്നു. സിനിമ കാണാൻ തിയേറ്ററിൽ പോയ അവനെക്കൊണ്ട് അവൾ 3600 രൂപയ്ക്ക് തീറ്റി സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ചെലവ് കാരണം അവനൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കേണ്ടി വന്നു. ഏതോ ഒരു പിച്ചള നെക്ലസ് വാങ്ങി അതിന്റെ ബില്ല് 56,000 രൂപ അവനെക്കൊണ്ട് തന്നെ അടപ്പിക്കുന്നു. എന്നാൽ അവൾ സ്വന്തം കാശുകൊണ്ട് വിലപേശിയ തെരുവിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാറുണ്ടായിരുന്നത്. കൂടാതെ അവൻ ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് വിളിച്ച് അങ്ങോട്ട് വായോ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞു അവൾ ശല്യം ചെയ്യാൻ തുടങ്ങി. അതും പോരാഞ്ഞു, 1 ലക്ഷം രൂപയ്ക്ക് സാരിയും വാങ്ങി. അന്നത്തെ മൊത്തം ചെലവ് 2 ലക്ഷം രൂപ. അപ്പുറത്തെ ലോൺ തിരിച്ചടക്കാത്തതുകൊണ്ട് പലിശക്കാരുടെ ശല്യം. ഒടുവിൽ അവന്റെ അച്ഛനെ തല്ലി ബൈക്കുമായി പലിശക്കാർ പോയി. മര്യാദയ്ക്ക് ജോലി ചെയ്യാത്തതുകൊണ്ട് അവന്റെ ജോലിയും പോയി. അവന്റെ ധൂർത്ത് കണ്ട് വീട്ടുകാരും നാട്ടിലേക്ക് മടങ്ങി. ഒടുവിൽ ഗതികെട്ട് അവൻ പറഞ്ഞു, എനിക്ക് നിന്നെ വേണ്ട, നീ കാരണം എനിക്ക് നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അവൾ അവനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. ഉടനെ വിവാഹം കഴിക്കണമെന്നായിരുന്നു അവളുടെ ആവശ്യം. ഇങ്ങനെയുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചാൽ എന്താകും അവസ്ഥ? നീ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചതുപോലെ നീയും ഞാൻ പറയുന്നത് 4 മാസം അനുസരിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ എന്നെ ഇനി ഒരിക്കലും ശല്യം ചെയ്യില്ലെന്ന് പേപ്പറിൽ ഒപ്പിട്ട് തരണമെന്നായിരുന്നു അവന്റെ ആവശ്യം. അവനോടുള്ള സ്നേഹം നിമിത്തം അവൻ പറയുന്നത് എന്തും അനുസരിക്കാമെന്ന് അവൾ സമ്മതിച്ചു. പിറ്റേ ദിവസം തന്നെ അവൻ അവളെ ഫോൺ വിളിച്ചിട്ട് വണ്ടിയുമായി വന്ന് ട്രെയിനിങ് ക്ലാസ്സിന് കൊണ്ട് പോകണമെന്ന് പറയുന്നു. അവൾക്ക് ഓഫീസിൽ പ്രധാന മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും അവൻ സമ്മതിച്ചില്ല. അവസാനം അവൾക്ക് അവനെ കൊണ്ടുപോകേണ്ടി വന്നു. മറ്റൊരു ദിവസം അവളോട് ബ്ലാക്കിൽ മദ്യം വാങ്ങാനാണ് അവൻ ആവശ്യപ്പെട്ടത്. എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹിച്ചതല്ലേ. കുടിയന്മാരുടെ ഇടയിൽ കൂടി തിങ്ങി ഞെരുങ്ങിപ്പോയി മദ്യം വാങ്ങേണ്ടി വന്നു. അങ്ങനെ ലേറ്റായി ഓഫീസിലെത്തിയപ്പോഴേക്കും അവളുടെ കോലം കണ്ട് സെക്യൂരിറ്റിക്ക് പോലും ആളെ മനസ്സിലായില്ല. അങ്ങനെ അവൻ വാങ്ങിയ ലോണിന്റെ പലിശക്കാർ എല്ലാവരും അവളെ വളഞ്ഞു. 3 മാസം ലോൺ അടച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ജോലിയും പോയി. ഇനി എങ്ങനെ അവൾ വരുത്തിവെച്ച 15 ലക്ഷത്തിന്റെ ലോണുകൾ തിരിച്ചടക്കും? കാമുകന്റെ പണം അളവില്ലാതെ ചെലവഴിച്ചിരുന്ന കാമുകിക്ക് അവസാനം പണത്തിന്റെ മൂല്യം മനസ്സിലായി. തെറ്റ് മനസ്സിലാക്കിയ കാമുകിയെ അവൻ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചു. ഒടുവിൽ കാമുകന് ദുബായിൽ നല്ലൊരു ജോലി ലഭിക്കുകയും അവന്റെ കടങ്ങളെല്ലാം വീട്ടാനും സാധിച്ചു.